നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് പരിചയപ്പെട്ടു വരുന്ന മന്ത്രങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പരിചയപ്പെടുത്തിയിരുന്ന അഷ്ടലക്ഷ്മി മന്ത്രങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അതിന് തുടർച്ചയെന്നോണം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്കിനി നാഗരാജ മന്ത്രങ്ങളെ പരിചയപ്പെടാം. നാഗദേവതകൾ നമ്മളുടെ കൺകണ്ട ദൈവങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. കേരളത്തിന്റെ ആരാധനാ സമ്പ്രദായത്തിൽ നാഗങ്ങൾക്ക് വിശേഷമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും നമുക്ക് നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ജപിക്കേണ്ട 14 നാഗരാജ മന്ത്രങ്ങളെയാണ് ഞാൻ 14 വീഡിയോകളിലായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇനി മുതൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നാഗരാജാവിന്റെ പ്രീതിക്കും സർപ്പദോഷങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് ജപിക്കേണ്ട ഒരു മന്ത്രത്തെയാണ്. സർപ്പദോഷങ്ങളുള്ളവർ നാഗരാജാവിന്റെ പ്രീതിക്കായിട്ട് നിത്യം 108 പ്രാവശ്യം ഈ മന്ത്രത്തെ ചൊല്ലാവുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഗായത്രി മന്ത്രങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. കൂടാതെ ഏകാദശ രുദ്രന്മാരുടെയും മന്ത്രം പരിചയപ്പെടുത്തി വരികയാണ്. ആ വീഡിയോകളും കാണുക. നമുക്ക് ഇന്നത്തെ നാഗരാജ പ്രീതിക്കായിട്ടുള്ള മന്ത്രത്തിലേക്ക് കടക്കാം. ഓം നമ കാമരൂപിണി നാഗരാജായ മഹാബലായ സ്വാഹ. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 പ്രാവശ്യം നിത്യം ജപിക്കുക. ജാതകത്തിൽ രാഹുർദോഷമുള്ളവരും സർപ്പദോഷമുള്ളവരും നാഗരാജാവിന്റെ പ്രീതിക്കായിട്ട് ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നാഗ അമോഘ മന്ത്രമാണ്. നാഗമന്ത്രങ്ങളെല്ലാം തന്നെ വിശേഷ ഫലസിദ്ധി ഉള്ളതാണ്. നാഗദൈവങ്ങൾ നമ്മളുടെ കൺകണ്ട ദൈവങ്ങളാണ്. പ്രത്യക്ഷ ദൈവങ്ങളായിട്ടാണ് നാഗദൈവങ്ങളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രങ്ങളുമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. മത്സരങ്ങളുടെയും കിടബുദ്ധിയുടെയും കാലമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പലതരത്തിലുള്ള ശത്രുതയും ശത്രുദോഷവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. വിപരീത ദൃഷ്ടി മൂലം വളരെയേറെ ദുരിതങ്ങളും നാം നേരിടാറുണ്ട്. ദൃഷ്ടി വാക് ദോഷങ്ങളെയും ശത്രുദോഷത്തെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് നാഗ അമോഘ മന്ത്രം. മേൽപ്പറഞ്ഞ ദോഷങ്ങളുള്ളവർ 108 പ്രാവശ്യം ആ ദോഷങ്ങളുള്ള സമയങ്ങളിൽ കുറച്ചു ദിവസം ജപിക്കുന്നത് നല്ലതായിരിക്കും. 21, 41 എന്നീ ദിവസങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് ആ ദിവസങ്ങളിൽ കൃത്യം കാലത്ത് കുളി കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രത്തെ ജപിച്ചാൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ്. ദൃഷ്ടി ശത്രു ആദ്യമായിട്ടുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് നാഗ അമോഘ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം നാഗേശ്വരായ ശത്രു സംഹാരമൂർത്തേ ദോഷശാന്തി പ്രദായിനി സർവസിദ്ധി കുരുഷ്വ ഹ്രീം ഹ്രീം സ്വാഹ. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുന്നവർക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യക്ഷ ദൈവങ്ങളായിട്ടുള്ള നാഗദൈവങ്ങളെ ഭരിക്കുന്നത് വിശേഷ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് ഫലം ഉണ്ടാകുന്നതാണ്.
ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആരോഗ്യസിദ്ധിക്ക് ജപിക്കേണ്ടതായിട്ടുള്ള സർപ്പമന്ത്രത്തെയാണ്. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും പൊതുവെ ആരോഗ്യക്കുറവുള്ളവരുമൊക്കെ ഈ സർപ്പമന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. നിത്യജപത്തിനായിട്ടും ആരോഗ്യം വീണ്ടെടുക്കേണ്ടവർക്കും ഒക്കെ ഈ മന്ത്രത്തെ കൃത്യമായിട്ട് ആ നിഷ്ഠയോടുകൂടി ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. സർപ്പങ്ങൾ കുണ്ടലിനി ശക്തിയുടെ പ്രതീകങ്ങളാണ്. നമ്മളുടെ കണ്ണിൽ കണ്ട ദൈവങ്ങളാണ്. ഫലദാന വിഷയത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ദേവതമാരാണ് സർപ്പങ്ങൾ. 36 പ്രാവശ്യം വീതം 18 ദിവസം തുടർച്ചയായിട്ട് ഈ മന്ത്രത്തെ ജപിക്കേണ്ടതാണ്. മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടി ഈ മന്ത്രത്തെ കാലത്തും വൈകിട്ടും ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾ 9 ദിവസങ്ങളിലായിട്ട് 2 പ്രാവശ്യമായിട്ട് ജപിക്കുക. ഈ മന്ത്രം നിത്യജപത്തിനും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് കൂടി പരിശോധിക്കാം. ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ഹ്രീം നമഃശിവായ ഹ്രീം. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ വിധിപ്രകാരം നിഷ്ഠയോടുകൂടി കൃത്യമായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് നാഗദൈവങ്ങൾ അനുഗ്രഹിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നാഗബാല മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. നാഗബാല മന്ത്രം ജപിക്കുന്നത് വിദ്യാവിജയത്തിന് വേണ്ടിയിട്ടാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് സർപ്പപ്രീതി വരുത്തിക്കൊണ്ട് അവരുടെ വിദ്യയിൽ ഉന്നതമായിട്ടുള്ള ഉയരങ്ങളിൽ എത്തുവാനായിട്ട് ഈ മന്ത്രം സഹായിക്കും. വിദ്യാവിജയത്തിന് ജപിക്കേണ്ട നാഗബാല മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ അവസാനം വരെ കാണുക. ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയ 2 നാഗമന്ത്രങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. വിദ്യാവിജയത്തിനുള്ള നാഗബാല മന്ത്രം 108 പ്രാവശ്യം ജപിക്കാവുന്നവർ ജപിക്കുക. വിദ്യയിൽ ഉന്നത നിലവാരം പുലർത്തുന്നതിനും അറിവ് മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ഈ നാഗബാല മന്ത്രത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കഴിയുന്നത്ര സമയം നമ്മളുടെ സമയത്തിനനുസരിച്ചുള്ള തവണകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ മന്ത്രത്തെ ജപിക്കുക. നമുക്കിനി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഓം ഹ്രീം ഹ്രീം കുമാരരൂപിണി നാഗായ നാഗബാലായ നാഗരാജായ വിശ്വവിമോഹനായ അഭീഷ്ടസിദ്ധിം മേ ദേഹി ദദാപായ സ്വാഹ. ഇപ്രകാരം ഈ നാഗബാല മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കാവുന്നവർ ജപിക്കുക. വളരെയേറെ അത്ഭുത സിദ്ധികൾ ഫലസിദ്ധിയുള്ളതാണ് നാഗമന്ത്രങ്ങളെല്ലാം തന്നെ. അത് ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. നാഗങ്ങൾ കൺകണ്ട ദൈവങ്ങളാണ്. നമ്മളുടെ നേരിൽ നാം കണ്ടിട്ടുള്ള ഏക ദൈവങ്ങൾ കൂടിയാണ് നാഗദൈവങ്ങൾ. നാഗദൈവങ്ങൾ കുണ്ടലിനി ശക്തിയുടെ ഉറവിടമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അഭീഷ്ടസിദ്ധിക്കായിട്ട് ജപിക്കാവുന്ന നാഗമോഹന മന്ത്രത്തെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യസിദ്ധിക്കായിട്ട് അഭീഷ്ട സാധ്യത്തിനായിട്ട് നമുക്ക് നാഗമോഹന മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. നാഗമന്ത്രങ്ങളെല്ലാം തന്നെ വളരെ വിശേഷമായിട്ടുള്ള ഫലസിദ്ധിയുള്ളവയാണ്. ഈ നാഗമന്ത്രങ്ങൾ അധാർമികമായിട്ടുള്ള കാര്യത്തിനായിട്ട് ജപിക്കാൻ പാടില്ല. ധാർമ്മികമായിട്ട് നിങ്ങൾക്ക് ഏതൊരു ആവശ്യമുണ്ടോ ആ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് ഈ നാഗമോഹന മന്ത്രത്തെ
ജപിക്കാവുന്നതാണ്. ഈ മന്ത്രത്തെ 108 പ്രാവശ്യം കുറഞ്ഞത് ജപിക്കുക. നമ്മളുടെ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ നമുക്ക് നമ്മളുടെ ആഗ്രഹത്തെ സബലീകരിക്കണം എന്ന് ഉണ്ടെങ്കിൽ കൂടുതൽ തവണകളിൽ നാഗമോഹന മന്ത്രത്തെ ജപിക്കുക. നമുക്കിനി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമഃ. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് അഭീഷ്ടസിദ്ധി തീർച്ചയാണ്. നമ്മളുടെ കണ്ണിൽ കണ്ടിട്ടുള്ള പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗദേവതകൾ. ആ നാഗദേവതകളുടെ മന്ത്രങ്ങൾക്കെല്ലാം തന്നെ വളരെയേറെ ഫലസിദ്ധിയുള്ളതാണ്. ഈ മന്ത്രം ജപിക്കുന്നവരെ നാഗദൈവങ്ങൾ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ സാധിക്കും. സന്താന ഭാഗ്യത്തിനായിട്ട് നമുക്ക് നിത്യം ജപിക്കാവുന്ന നാഗപ്രമോദ മന്ത്രമാണ്. സന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കുമൊക്കെ ആയിട്ട് ഏതൊരാൾക്കും ഈ മന്ത്രത്തെ ജപിക്കാം. നാഗമന്ത്രങ്ങളെല്ലാം തന്നെ വളരെ വിശേഷ ഫലസിദ്ധിയുള്ളതാണ്. ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് സന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഒക്കെ ആയിട്ട് വളരെ വിശേഷ ഫലത്തെ നൽകുന്ന നാഗപ്രമോദ മന്ത്രത്തെ എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഓം ഹ്രീം ഹ്രീം ഹും ഹട്ട് ബ്രഹ്മണേ ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗാരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണി ഖഗായ പ്രമോദായ നമഃ. ഇപ്രകാരം ഈ മന്ത്രത്തെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സന്താനഭാഗ്യത്തെ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ ഐശ്വര്യം ലഭിക്കുന്നതാണ്. വിദ്യാഗുണത്തിനായിട്ട് ജപിക്കേണ്ട നാഗപ്രമുഖ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം. ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവായ ഹ്രീം നമഃ. ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ. ഓം ഹ്രീം നമ ശിവായ സദാ രുദ്രായ നാഗരാജ പ്രമുഖായ നമഃ.
ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവായ ഹ്രീം നമ. ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ. ഓം ഹ്രീം നമ ശിവായ സദാരുദ്രായ നാഗരാജ പ്രമുഖായ നമ. ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവായ ഹ്രീം നമ. ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ. ഓം ഹ്രീം നമ ശിവായ സദാരുദ്രായ നാഗരാജ പ്രമുഖായ നമ. ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവായ ഹ്രീം നമ. ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ. ഓം ഹ്രീം നമ ശിവായ സദാരുദ്രായ നാഗരാജ പ്രമുഖായ നമ. ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠായ സദാശിവായ ഹ്രീം നമ. ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ. ഓം ഹ്രീം നമ ശിവായ സദാരുദ്രായ നാഗരാജ പ്രമുഖായ നമ. ഈ മന്ത്രത്തെ എഴുതിയെടുത്ത് നിത്യം ജപിക്കുക. വളരെയേറെ ഫലസിദ്ധിയുള്ള ഒരു മന്ത്രമാണിത്. നിത്യജപത്തിൽ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രമാണ് നാഗപ്രമുഖ മന്ത്രം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് മറ്റൊരു നാഗമന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ രണ്ട് വ്യക്തികളാകുമ്പോൾ പരസ്പരം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അത് കലഹത്തിലേക്കും ഒക്കെ പോകാം. ഇത്തരത്തിൽ ദാമ്പത്യ കലഹമുള്ളവർ ആ കലഹത്തെ ഇല്ലാതാക്കാനായിട്ട് നാഗദൈവങ്ങളെ ഭജിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവർക്കായിട്ട് ജപിക്കാനുള്ള മന്ത്രമാണ് നാഗരാജ്ഞി മന്ത്രം. ഈ നാഗരാജ്ഞി മന്ത്രത്തെ 108 തവണ ദാമ്പത്യ കലഹം ഇല്ലാതാക്കാനായിട്ട് ജപിക്കാം. നാഗദൈവങ്ങളുടെ നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ്. അവരുടെ മന്ത്രങ്ങൾ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുക. ദാമ്പത്യ ഭദ്രതയ്ക്കായിട്ടുള്ള നാഗരാജ്ഞി മന്ത്രത്തെ നമുക്ക് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഹ്രീം നാഗാത്മികായി രാജപൂജിതായി നാഗായി രാജാർച്ചിതായി ദേവചൈതന്യയുക്തായി ഗഗനചാരിണ്യെ പാതാള നിവാസിന്യെ ഇച്ഛാനുരൂപ വിധായിന്യെ നാഗഗന്ധാനുചാരിണ്യെ നമ. ഓം ഹ്രീം നാഗാത്മികായി രാജപൂജിതായി നാഗായി രാജാർച്ചിതായി ദേവചൈതന്യയുക്തായി ഗഗനചാരിണ്യ പാതാള നിവാസിന്യെ ഇച്ഛാനുരൂപ വിധായിന്യെ നാഗഗന്ധാനുചാരിണ്യെ നമ. ഓം ഹ്രീം നാഗാത്മികായി രാജപൂജിതായി നാഗായി രാജാർച്ചിതായി ദേവചൈതന്യയുക്തായി ഗഗനചാരിണ്യെ പാതാള നിവാസിന്യെ ഇച്ഛനുരൂപ വിധായിന്യെ നാഗഗന്ധാനുചാരിണ്യെ നമ. ഓം ഹ്രീം നാഗാത്മികായി രാജപൂജിതായി നാഗായി രാജാർച്ചിതായി ദേവചൈതന്യയുക്തായി ഗഗനചാരിണ്യെ പാതാള നിവാസിന്യെ ഇച്ഛാനുരൂപ വിധായിന്യെ നാഗഗന്ധാനുചാരിണ്യെ നമ. ഓം ഹ്രീം നാഗാത്മികായി രാജപൂജിതായി നാഗായി രാജാർച്ചിതായി ദേവചൈതന്യയുക്തായി ഗഗനചാരിണ്യെ പാതാള നിവാസിന്യെ ഇച്ഛാനുരൂപ വിധായിന്യെ നാഗഗന്ധാനുചാരിണ്യെ നമ. ഇപ്രകാരം ഈ മന്ത്രത്തെ അവരവർക്ക് സാധിക്കുന്ന മാത്രയിലൊക്കെ ജപിക്കുക. തീർച്ചയായിട്ടും വളരെ ഭയഭക്തിയോടെ നിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് ദാമ്പത്യ കലഹമില്ലാതാക്കി നല്ല ഐശ്വര്യപ്രദമായിട്ടുള്ള കുടുംബജീവിതത്തെ അത് സാധിച്ചു തരുന്നതാണ്. ശാപദോഷ ശാന്തിക്കായിട്ട് ഉള്ള ജപിക്കേണ്ട നാഗമന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രത്തെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ജപിച്ചാൽ വളരെയേറെ ഫലസിദ്ധി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് നമുക്ക് ശാപവചനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ അന്യരിൽ നിന്നോ ഒക്കെ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്ത തെറ്റുകളിൽ നിന്ന് അവരുടെ ശാപം നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദോഷപരിഹാരമായിട്ട് ഈ നാഗമന്ത്രത്തെ ജപിക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുക. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രത്തെ ദിവസവും 36 പ്രാവശ്യം വീതം 24 ദിവസം ജപിക്കണം എന്നാണ് പറയുന്നത്. 24 ദിവസം മുടക്കമില്ലാതെ ജപിക്കാനായിട്ട് ശ്രമിക്കുക. സ്ത്രീകൾക്ക് ഈ ദിവസങ്ങൾ മുറിച്ച് ജപിക്കുകയോ അതല്ല എങ്കിൽ 36 ദിവസം കൊണ്ട് എത്ര മാത്രകൾ നമുക്ക് ജപിക്കാവോ അത്രയും മാത്രകൾ നാം കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുത്ത് ജപിക്കുന്ന എണ്ണം കൂട്ടിക്കൊണ്ട് ആ ജപം പൂർത്തിയാക്കാവുന്നതാണ്. വിധിപ്രകാരം ഈ മന്ത്രം ജപിക്കുന്ന ആൾക്ക് മുജ്ജന്മ പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. വളരെ ചെറിയൊരു മന്ത്രമാണ്. ഏവർക്കും വളരെ എളുപ്പത്തിൽ പഠിച്ച് ജപിക്കാവുന്ന മന്ത്രം കൂടിയാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം.
ഓം ഹ്രീം നാഗരാജായ നമഃ. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 36 തവണ വീതം 24 ദിവസം തുടർച്ചയായിട്ട് മുടക്കമില്ലാതെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മുൻജന്മ പാപങ്ങളെ പോലും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.